സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടായാലും ക്ഷണിച്ചാൽ പോലും പോകാൻ പാടില്ലാത്ത ഒരു 8 സ്ഥലങ്ങളെ കുറിച്ചാണ്. നമ്മളോട് ആത്മാർത്ഥ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു എന്ന് ഇരിക്കട്ടെ, എന്നാൽ പോലും പോകാൻ പാടില്ലാത്ത 8 സ്ഥലങ്ങൾ. അങ്ങനെ നിങ്ങൾ ആ 8 സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കൂ. നമുക്ക് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു കുറ്റമുണ്ടാകാനോ നമുക്കൊരു ദോഷമുണ്ടാകാനോ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന സ്ഥലത്ത് 8 സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടും, നമുക്ക് ദോഷമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 8 സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അഭിമാനത്തിനാണ് നമ്മൾ വില കൽപ്പിക്കാറ്. അപ്പം മാനത്തിനും അഭിമാനത്തിനും നമ്മൾ നല്ലപോലെ വില കൽപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അന്തസ്സിനും നമ്മൾ വില കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ദോഷം നമുക്കുണ്ടാകും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, നമ്മൾക്ക് അന്തസ് കുറയുന്ന സ്ഥലം, നമ്മൾ അപമാനിക്കപ്പെടുന്ന ഒരു സ്ഥലം, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു സ്ഥലം, അവിടെ നമ്മൾ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പരിഹസിക്കപ്പെടാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുന്ന സ്ഥലം, നമ്മളെ പരിഹസിക്കും, നമ്മളെ കുത്തുവാക്ക് പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞും കൊണ്ട് നമ്മൾ അവിടത്തേക്ക് പോകണോ? നിങ്ങളുടെ പല സുഹൃത്തുക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചില അയൽവാസികൾ ഉണ്ടാകും, പരിചയമുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ തന്നെ ആവാം. അപ്പൊ അവിടെ പോകാൻ പാടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപമാനിക്കപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകാൻ പാടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കാരണം ശിവഭഗവാന്റെ ഒരു കഥയുണ്ട്. സതീദേവി ദക്ഷയാഗത്തിന് ക്ഷണിച്ചിട്ടില്ല. പക്ഷെ സതീദേവി പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ എനിക്ക് പോകണം, അച്ഛൻ നടത്തുന്ന ഒരു യാഗത്തിലേക്ക് മക്കൾക്ക് എപ്പോൾ വേണം പോകാം, അച്ഛൻ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശിവഭഗവാൻ പറയുന്നത്, ക്ഷണിക്കാത്തടത്ത് പോകരുത്, അവിടെ നീ അപമാനിക്കപ്പെടും, എന്നെ അപമാനിക്കും. അപ്പം ഭർത്താവിന് അപമാനം ഉണ്ടാകുന്നിടത്ത് ഭാര്യയ്ക്ക് പോകാൻ പാടുണ്ടോ? അതുകൊണ്ട് നീ പോകണ്ട എന്നൊക്കെ പറയും. പക്ഷെ സതീദേവിയുടെ വാശി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അപമാനിക്കപ്പെടുമെന്ന് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പറഞ്ഞിട്ട് പോലും അതനുസരിക്കാതെ, ഇല്ല എൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ധൈര്യത്തിൽ പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല, അത് അങ്ങയുടെ തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സതീദേവി അവിടത്തേക്ക് പോകുന്നത്. എന്താ സംഭവിച്ചത്? അപമാനിക്കപ്പെട്ടിരിക്കുകയും തിരിച്ച് ആ അപമാന നിമിത്തം തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് പോകാൻ മടി കാരണം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത കഥ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ അന്തസ്സ് കുറയുന്നിടത്ത്, മുൻപ് നമ്മൾ അപമാനിക്കപ്പെട്ട സ്ഥലമാണ് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അപമാനിക്കപ്പെടുമെന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കാരണവശാലും നമ്മൾ കടന്നു പോകാൻ പാടില്ല, അവിടത്തേക്ക് എത്തിച്ചേരാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു കാരണവശാലും നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ലാത്ത സ്ഥലം വേശ്യാഗൃഹമാണ്. ഈ വേശ്യാഗൃഹം എന്ന് പറയുമ്പോൾ ആൾ വരിക, പുരുഷന്മാരല്ലേ അതുകൊണ്ട് അവിടത്തേക്ക് പോകേണ്ടത്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചോളം പുരുഷ വേശ്യമാരുണ്ട്. കാരണം നമ്മളെ പലതരത്തിൽ ആകർഷിച്ച് നമ്മളൊരു കുടുംബമായി, സ്വന്തമായി നല്ല കുടുംബത്തിൽ അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ പഴയ ഏതെങ്കിലും സൗഹൃദ ബന്ധങ്ങൾ, നമുക്ക് അതിനോടൊരു താല്പര്യമുണ്ട്, പക്ഷെ
നമ്മുടെ കുടുംബ ബന്ധം തകരും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നമ്മൾ മക്കളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, ഇങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി പോവുകയാണ്. അപ്പോൾ ആ അവസരത്തിലേക്ക് പഴയ ഒരു സൗഹൃദ ബന്ധത്തിലുള്ള ആൾക്കാരെ കാണാൻ ഇടവരുന്നത്. ഒരു കാരണവശാലും നമ്മൾ അവരായിട്ട് അവർ താമസിക്കുന്നിടത്ത്, അവരൊറ്റയ്ക്കുള്ള ഇടത്ത് നമ്മൾ ഒരു കാരണവശാലും പോകാൻ പാടില്ല. കാരണം ആ പഴയ ഓർമ്മകൾ ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കുകയും നമ്മുടെ കുടുംബത്തെ നാശത്തിലേക്ക് എത്തുകയും ചെയ്യും. പുരുഷന്മാരാണെങ്കിലോ, നമുക്ക് വീട്ടിൽ നല്ല ഒന്നാം തരം സദ്യ ഉണ്ടായിട്ട് ഈ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് നമ്മൾ എന്തിനു പോകണം അവിടത്തേക്ക്? അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്നറിയോ? നമ്മള് എല്ലാ പുരുഷന്മാരും പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈശ്വരനായിട്ട് നമുക്കൊരു ഇണയെ കണ്ടെത്തി കഴിഞ്ഞു. ആ ഇണയിൽ നമ്മൾ സന്തോഷം കാണുകയാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ മറ്റൊരു സ്ത്രീയുടെ അരികിലേക്ക് പോയി കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ അല്പം കൂടുതൽ സുഖം അവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടത്തേക്ക് പോയി എങ്ങനെയെങ്കിലും അതാണ് എനിക്ക് ഗുണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കാരണം വേശ്യക്ക് പണമാണ് പ്രധാനം. ആ വേശ്യ ആ പണം കിട്ടാൻ വേണ്ടി പരമാവധി നല്ല വിധത്തിൽ പെരുമാറും. വേശ്യ മാത്രമല്ല, ഈ പുരുഷനെ ആകർഷിക്കുന്ന ഏതൊരാളും അവർ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു പലതും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല വിധത്തിൽ പെരുമാറും. പക്ഷേ ഭാര്യയിൽ നിന്നും ആ സ്വഭാവം കിട്ടുന്നില്ല എന്നൊറ്റ കാരണത്താൽ, അല്ലെങ്കിൽ ആ സുഖം കിട്ടുന്നില്ല എന്നൊറ്റ കാരണത്താൽ അവിടത്തേക്ക് പോകുന്നവൻ അതിനഡിക്റ്റ് ആവുകയും ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും മറന്നുകൊണ്ട് അവൻ്റെ ജീവിതം പടുകുഴിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്ന അവസരത്തിലാണ് അവൻ തീരാ ദുഃഖത്തിലേക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ ആ വേശ്യയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീ നല്ലതായിട്ടുള്ള സ്വഭാവത്തിനുടമയായിട്ടുള്ള, കാരണം അവൾക്ക് മക്കളെ നോക്കണം, കുടുംബത്തെ സംരക്ഷിക്കണം, അച്ഛനമ്മമാരെ സംരക്ഷിക്കണം, ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തളർന്നിരിക്കുന്ന അവസരത്തിലേക്കും ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ടാവുക. അപ്പോൾ ആ അവസരത്തിൽ ചിലപ്പോൾ ഭർത്താവിനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള ഇരകളെയും കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വരുന്ന ആൾക്കാരെ സൽക്കരിക്കുകയും വേണ്ടു. ഈ സൽക്കാരമാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചിന്തിച്ചിട്ടാണ് സ്വന്തം ഭാര്യയെയും മക്കളെയും ഒക്കെ കുടുംബത്തെയൊക്കെ മറന്നുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷെ അത് അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും. സ്നേഹനദികളായിട്ടുള്ള ഭാര്യയെയും മക്കളെയും ഇല്ലാതെയാക്കും, തന്നിൽ നിന്ന് അകറ്റും. ഈ പുരുഷൻ 10 ദിവസം കടന്നുപോയി കഴിഞ്ഞാൽ ഈ വേശ്യാസ്ത്രീ തിരിഞ്ഞു നോക്കില്ല. എന്നാൽ ആ അവസരത്തിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് നമ്മുടെ പകുതി ഭാഗമായിട്ടുള്ള ഭാര്യയായിരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ വേശ്യാഗൃഹത്തിലേക്കോ സ്ത്രീകൾ പരപുരുഷന്റെ അടുക്കേക്കോ പോകാൻ ഇടവരുത്. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, കാരണം ഭർത്താവാകുന്ന പുരുഷൻ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് തളർന്ന അവശനായിട്ട് വരികയാണ്. ആ അവസരത്തിൽ ചിലപ്പോൾ ഭാര്യയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴായിരിക്കും തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരോ അല്ലെങ്കിൽ പഴയൊരു ബന്ധത്തിലുള്ള ഒരാള് കരളെ, മുത്തേ, തേനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവുക. അതാണ് സ്നേഹം എന്ന് തോന്നിയിട്ട് അങ്ങോട്ട് പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക, അത് നാശത്തിലേക്കാണ്. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേശ്യാഗ്രഹത്തിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ആകർഷിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം താറുമാറാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. 2 കാര്യം ഞാൻ പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മദ്യവും ലഹരിയും. ഒരു കാരണവശാലും മദ്യവും ലഹരിയും ലഭിക്കുന്നിടത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും എത്ര കണ്ട് ക്ഷണിച്ചാലും പോകാൻ പാടില്ല. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള വേശ്യാഗ്രഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കും, സ്നേഹത്തോടു കൂടി ക്ഷണിക്കും. അവർക്ക് അതാണ് വേണ്ടത്. കാരണം സ്നേഹത്തോടു കൂടി ക്ഷണിച്ചാലേ അവർക്ക് എന്തെങ്കിലും കിട്ടൂല നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ. അതേപോലത്തെയാണ് മദ്യവും ലഹരി. ഒരു കാരണവശാലും സൗഹൃദമായിട്ട് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കും, വിവാഹ ചടങ്ങായിരിക്കും, മറ്റുള്ള പല ചടങ്ങുമായിരിക്കും, നമ്മളെ ക്ഷണിക്കും മദ്യം കഴിക്കാൻ വേണ്ടി. മുമ്പ് നമ്മൾ കഴിച്ചവരാണെങ്കിൽ പോലും, വിവാഹം കഴിച്ചവരാണെങ്കിലും അല്ലെങ്കിലും കുടുംബത്തിലുള്ളവരായാലും അല്ലെങ്കിലും ഒറ്റക്കായി നിൽക്കുന്ന ആൾക്കാരായാൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്ത് മദ്യത്തിൻ്റെയും ലഹരിൻ്റെയും അടുത്തേക്ക് നമ്മൾ പോകാൻ ഇടവരുന്നത്. പോയാൽ ഉണ്ടാകുന്ന ദുരിതം വലിയതാണ്. കാരണം പലരും മദ്യപിച്ച് കഴിഞ്ഞാലാണ് അവരുടെ സ്വബോധം നഷ്ടപ്പെടുന്നത്. ആ സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ് മദ്യം കഴിച്ചപ്പോൾ ചിലപ്പോൾ അമ്മയെയും സഹോദരിയെയും എന്തിനും അയൽവക്കത്തെ സ്ത്രീകളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ചിലപ്പോൾ അവൻ വൃത്തികെട്ട രീതിയിലേക്ക് പെരുമാറാം. അത് ലഹരി കടിപ്പെട്ടാലും അങ്ങനെ തന്നെയാണ്. അവർ മറ്റുള്ള തരത്തിൽ പെരുമാറിയേക്കാം. കാരണം അവർക്ക് ലഹരി കയറി കഴിഞ്ഞാൽ അവിടെ അമ്മയെയും പെങ്ങളെയും സഹോദരിയെയും തിരിച്ചറിയാൻ കഴിയില്ല.
ഇത് മാത്രമല്ല, ഈ ലഹരി കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പലതരത്തിലുള്ള വൃത്തികേടുകളും ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കും പുരുഷന്മാരെയാണോ ഉദ്ദേശിച്ചതെന്നല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമാണ്. ഇന്ന് നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ മദ്യത്തിന് അടിപ്പെട്ടു പോകുന്നുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ തന്നെ തമാശക്കുന്ന രീതിയിൽ ബിയറും വൈനും ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും തുടക്കം കുറിക്കുക. അല്ലെങ്കിൽ കമ്പനി കൂടാൻ വേണ്ടി ചെറുപ്പക്കാരൊപ്പം അവരുടെ സൗഹൃദ ബന്ധത്തിൽപ്പെട്ടിട്ട് കൂട്ടായ്മയിൽ ചേർന്നിട്ട് വൈനും ഇതൊക്കെ ചേർന്ന് അവർ കഴിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ചെറിയൊരു ലഹരിയും കൊണ്ടാകും. ഈ വൈനിൽ തുടങ്ങിയാണ് പിന്നീട് ബ്രാൻഡിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ വിസ്കിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ തുടങ്ങി സൗഹൃദമാണ് പിന്നീട് ലഹരിയാകുമ്പോൾ തൻ്റെ ഒന്നിച്ചുള്ള ചെറുപ്പക്കാരൻ സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ച് പഠിച്ചവരുടെ കൂട്ടായ്മയിലൊക്കെ ഒന്നിച്ച് കൂട്ടുകൂടുന്ന ആളായിരിക്കും. ഇങ്ങനെ കൂട്ടുകൂടുന്ന ആൾക്കാര് ഏതെങ്കിലും തരത്തിൽ ഇവൾ അർദ്ധമയക്കത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ലഹരി ചെറുങ്ങനെ തലക്ക് പിടിക്കുമ്പോഴായിരിക്കും അവന് ഇവളോട് അനാവശ്യമായി ചെയ്യാൻ പലതും തോന്നുക. ആ അവസരത്തിൽ ചിലപ്പോൾ അവളെ വേണ്ടാത്ത ലൈംഗികമായ പല വൃത്തികേടുകൾക്കും വഴിയൊരുക്കിയേക്കാം. അവൾ അറിയാതെ ചിലപ്പോൾ അതിൽ ചെന്ന് ചാടിയേക്കാം. അതോടുകൂടി ആ അവസരത്തിൽ ചിലപ്പോൾ വീഡിയോ എടുക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ആ കുടുംബ ജീവിതകാലം മുഴുവൻ അവൾ എന്ത് ചെയ്യും? ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ ഈ ഭയത്തിൽ കഴിയേണ്ടതായി വരും. ആ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ചിലപ്പോൾ അവളുടെ കുടുംബം തന്നെ താറുമാറാക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്ന് മദ്യപിച്ച് കൂത്താടിയുടെ റോഡിൽ പോലും കിടന്നുറങ്ങുന്ന സ്ത്രീകളെ നമുക്ക് കാണുന്ന ഒരു നാടായി മാറി. ദൈവത്തിന്റെ സ്വന്തം നാട് ഈ ലഹരിക്കടിപ്പെട്ട് സഹോദരിമാരൊക്കെ ഈ തരത്തിലേക്ക് തരം താഴ്ന്നു പോകുന്നു. അപ്പൊ എൻ്റെ മക്കളായ ചെറിയ പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, അമ്മമാരോട് പറയട്ടെ, ലഹരി മദ്യം ഉള്ളിടത്തുനിന്ന് എത്ര ക്ഷണിച്ചാലും അങ്ങനെയുള്ള ഫംഗ്ഷനിൽ പോലും നമ്മൾ പങ്കെടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭിപ്രായം. അതുപോലെ പുരുഷന്മാരായ ആൾക്കാരോടും പറയാനുള്ളത്, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൈപിടിച്ചു വന്ന നിങ്ങളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഓരോ നാണയത്തൊട്ടുകളും ആർക്ക് വേണ്ടിയുള്ളതാ? അവർക്ക് വേണ്ടിയുള്ളതാ. അതാണ് നിങ്ങൾ ഒരു കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ക്ഷണപ്രകാരം നിങ്ങൾ മദ്യത്തിൻ്റെ അടുത്തോ ലഹരിയിലോ വന്ന് പെട്ടുന്നിരിക്കട്ടെ. ആദ്യം അവർ നമുക്കൊരു കുപ്പി തന്നേക്കാം. പിന്നീട് നിങ്ങൾ ഇതിലേക്ക് അടിപ്പെട്ടു പോവുകയും നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ബഹുഭൂരിപക്ഷവും ഈ മദ്യത്തിനും ലഹരിക്കും വേണ്ടി ചെലവഴിക്കുന്ന ഒരു സമയം ആയി പോകും. നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും, നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടും. കുടിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ, മദ്യപിക്കുന്നതിന് മുമ്പ് ചില ആൾക്കാർ മദ്യപിച്ചിട്ടെങ്കിൽ അവൻ ആള് വളരെ ക്ലിയറാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ അവനോളം വൃത്തികെട്ടവൻ ഈ ഭൂമിയിലില്ല എന്ന് പറയും. കാരണം നമ്മുടെ വ്യക്തിത്വം പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ദയവായി ഈ മൂന്നാമത് പറഞ്ഞ മദ്യത്തിന്റെയും ലഹരിയുടെയും അരികിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ചെല്ലാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, കല്യാണ സ്ഥലമാകാം, ഗൃഹപ്രവേശനമാകാം, മരണവീടാവാം, എവിടെയും ഇപ്പോൾ മദ്യമാണ്. ഏത് ഫംഗ്ഷൻ എടുത്താലും മദ്യമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾക്ക് പോലും, ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം കമ്പനി കൂടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾക്കും ഇത് കേൾപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാതെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നാലാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം വെച്ചാൽ, ശത്രുവിന്റെ വീട്ടിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകും. നമ്മുടെ ശത്രുവാണ്, നമ്മൾക്കെതിരെ ഒരവസരം കിട്ടിയാൽ പലതരത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതിന് തക്കം പാർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ ക്ഷണിച്ചാൽ പോലും നമ്മൾ അവരുടെ അരികിലേക്ക് പോകരുത്. ഇത് നമുക്കറിയാൻ പറ്റും. പലരും മരണമടയുന്നത് അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് അറിയാൻ പറ്റും, മുൻ വൈരാഗ്യമുണ്ട്. അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് നീ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് ഇവര് പോവുകയും, അങ്ങനെ എവിടെയെങ്കിലും എത്തിയിട്ട് ക്ഷണിച്ചുകൊണ്ട് ആടെ എത്തിച്ചേഷായിരിക്കും ആ പഴയ കാര്യങ്ങൾ എടുത്തിടുകയും ആ അവസരത്തിൽ പ്രകോപനം ഉണ്ടാവുകയും ആ അവസരത്തിലാണ് കയ്യിൽ കിട്ടിയ സാധനം തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതിനു വേണ്ടി തയ്യാറാക്കുന്ന ആൾക്കാരുണ്ട്. അവനെ ക്ഷണിച്ചു വ്യക്തി അവൻ സ്നേഹത്തോട് കൂടിയിട്ട് ക്ഷണിച്ചിട്ട് അവിടത്തേക്ക് പോകും, അവിടുന്ന് അക്രമം നടത്തി കൊല്ലുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ മധുരമായി നമ്മൾ ക്ഷണിക്കുന്ന ആൾക്കാര് ആ അവസരത്തിൽ പിന്നെയും ചില ചതിപ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. ശത്രുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നും നമ്മൾ പരമാവധി അകന്നു നിൽക്കില്ല. അവരോട് നമ്മൾ ശത്രുത കാണിക്കണ്ട, അവരോട് നല്ലൊരു സ്നേഹത്തോടുകൂടി പെരുമാറിക്കോളൂ, പക്ഷെ അവരിൽ നിന്ന് അകന്നു നിൽക്കണം. ഇപ്പൊ ഇതിനിടയിൽ മറ്റൊരു സംഭവം നമ്മൾ വാർത്തയിൽ വായിച്ചതാണ്. നല്ല ഒന്നാന്തര ശത്രുക്കളായിരുന്നു, പക്ഷെ അതിലൊരാൾ ഗൾഫിലേക്ക് പോകാൻ തയ്യാറായി.
ഈ ഗൾഫിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ മറ്റേയാള് അത് നമ്മൾ ഇനിയിപ്പോൾ ഏതായാലും നീ നാട് വിട്ട് പോവാണല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ശത്രുത വേണ്ട, നല്ല സൗഹൃദത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഇവര് ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വന്നു. ഗൾഫിൽ പോകാൻ പോകുന്ന ആളുടെ വീട്ടിലേക്ക് ഇയാൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞ് ക്ഷമാപണമൊക്കെ നടത്തി അവർ തിരിച്ചുപോയി. അപ്പോൾ നാളെയാണ് ഗൾഫിലേക്ക് പോകേണ്ടത്. അതിന് തൊട്ട് തലേ ദിവസം ഒരാൾ വന്നു ഒരു പൊതി ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറയാണ്, ഇത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അയാൾക്ക് കൊടുക്കണം, അയാളുടെ നമ്പർ ഉണ്ട്, നീ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അയാൾ നിന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൊതിക്കെട്ട് അയാൾക്ക് കൊടുക്കുന്നു. ചെറിയൊരു പൊതിക്കെട്ട്. ആ പൊതിക്കെട്ട് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ ചെക്കിങ്ങിൽ ആ പൊതിക്കെട്ട് പിടിച്ചു, ലഹരി വസ്തുവായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ ചതിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. ആ ലഹരി വസ്തു പിടിച്ചു, അവൻ അവിടെ ഉള്ളിലായി. അങ്ങനെ അവസാനം ഇവൻ അവിടെ ശിക്ഷ വിധിച്ച സമയത്ത് ഇവന്റെ സുഹൃത്തുക്കളായ ആൾക്കാരെല്ലാം കൂടിയിട്ട് അതിന് നിയമപരമായിട്ട് പലതും ഇടപെട്ട് അവസാനമാണ് ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വരുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റി, പക്ഷെ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സൗഹൃദമായ ഈ ശത്രുക്കളായ ആൾക്കാർ സൗഹൃദം നടിച്ച് നമ്മളെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ ഒരു ആപത്ത് അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ശത്രുക്കളായ ആൾക്കാർ മധുരമായിട്ട് ക്ഷണിച്ചാൽ പോലും അവരുടെ അരികിലേക്ക് പോവുകയോ അവരുടെ സൗഹൃദം സ്ഥാപിച്ച് പഴയ ബന്ധത്തിലേക്ക് പോവുകയോ ചെയ്യരുത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഞാൻ കുറ്റാക്കൂരിയിലിട്ടത്ത് പൊട്ടക്കിണറിന്റെ സമീപത്ത് കൂടി നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് അങ്ങനെ പോകുന്ന പോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധ വേണം. ഇവൻ ഏത് നിമിഷവും ചതിക്കും, ഇവൻ ഏത് നിമിഷവും ആക്രമിക്കും, ഇവനിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു ദുരിതമുണ്ടാകുമെന്ന ചിന്തയോടുകൂടി വേണം ശത്രുവിന്റെ അരികിലേക്ക് എപ്പോഴും പോകാൻ വേണ്ടി. അപ്പോൾ അവരുമായിട്ട് നിശ്ചിത അകലം നമ്മൾ പാലിക്കാൻ വേണ്ടി തയ്യാറാവണം. മറ്റൊരു കാര്യം ഒരു വിശ്വാസത്തിന്റെ അഞ്ചാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പശുവിന്റെ ഹിംസ നടക്കുന്ന സ്ഥലത്തേക്ക് പോകരുത് എന്ന്. അത് ഇന്ന് അങ്ങനെ വലിയ ഇത് ഒന്നുമില്ല. എന്നാലും നമ്മുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ പറയുന്നു, ദോഷം ആരെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരും പ്രതിയാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുഷ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ദുഷ്ടകാര്യത്തിൽ നമ്മൾ അവിടെ വെറുതെ കാണിയായി നിന്നാൽ പോലും അതിന്റെ ദോഷം നമ്മളിലേക്ക് വന്നു ചേരും. ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, ആ കൊലപാതകത്തിന് നമ്മൾ അവിടെ നിന്നു, അവിടെ ആ കാണുമ്പോൾ നമ്മുടെ മുമ്പ് കൊന്ന സമയത്ത് ഈ ആൾ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളാണെങ്കിൽ നമ്മൾ അയാളെ പിന്തിരിപ്പിച്ചില്ല എന്നൊരു കാരണത്താൽ നമ്മളും കുറ്റക്കാരാണ് ആ കൊലപാതകത്തിൽ. അതുപോലെയാണ് പശുവിന്റെ ഹിംസ. പശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പശു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ഒരേ ഒരു ജീവിയാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെ പുച്ഛിക്കും, എന്താ അതിന് ഇത്ര വലിയ കാര്യങ്ങൾ ഇതൊക്കെ. പശുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പശു എന്ന് പറയുന്നത് ഗോമാതാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ ഗോമാതാവ് എന്ന് പറയുമ്പോൾ അതെന്താ, ഗോമാതാവ് മറ്റേ ആടിനെയും മറ്റുള്ളതിനെ നമ്മൾ അങ്ങനെ കാണണ്ടേ എന്ന് ചോദിക്കും. അല്ല, ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിയും ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ആകുമ്പോഴേക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കൂടി നിർത്തും. അതും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ അമ്മ മരിച്ചു പോയതാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ അമ്മിഞ്ഞപ്പാല് കിട്ടാനില്ല. ചില പ്രസവിച്ച സ്ത്രീകൾക്ക് അമ്മിഞ്ഞപ്പാല് തീരെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കറിയാം, ഇന്ന് ജീവജാലങ്ങൾ, നിരവധി ജീവജാലങ്ങളുണ്ട്. ഒട്ടകമുണ്ട്, ആടുണ്ട്, മറ്റ് കഴുതയുടെ പാല് പോലും ഔഷധ ഗുണമുള്ളതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. കാരണം പെട്ടെന്ന് ദഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ആഹാരം എന്ന രീതിയിലാണ് പശുവിന്റെ പാല്. കൊച്ചു കുട്ടികൾ, നവജാത ശിശുക്കൾക്ക് പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് എത്തുന്ന ഒരു ഘടകം എന്ന രീതിയിലാണ് പശുവിൻ പാലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പെറ്റ അമ്മയിൽ നിന്നും കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മാത്രം പാല് നുകരുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന ജീവവായു കിട്ടുന്നത്, അല്ലെങ്കിൽ ആ പ്രാണോർജം കിട്ടുന്നത് ഈ അമ്മയാകുന്ന പെറ്റമ്മയ്ക്ക് പകരം വളർത്തമ്മയാകുന്ന ആ പശുവിന്റെ പാല് കുടിച്ചുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ വളരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് തുല്യമാണ് എന്നർത്ഥം. ഇത് മാത്രമല്ല, ഒരമ്മ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ജനിച്ച ദിവസം മുതൽ മരണം വരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അമ്മയെ കാണുന്നത്. അമ്മയ്ക്ക് അത്ര പ്രായമായാലും അമ്മ മക്കളെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ജനിച്ചു വീഴുന്ന കുട്ടി ഈ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളരുന്നതിന് പകരം ഈ പശുവും പാല് കുടിച്ച് വളരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് മരണം വരെ ചായയായിട്ടും അതുപോലെ തന്നെ പാലായിട്ടും വെണ്ണയായിട്ടും തൈരായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഗോമാതാവിന്റെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതുമാത്രമല്ല, നമ്മൾ പിന്നീട് ജീവിക്കുന്ന, ഇപ്പൊ ഒരു വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ
അവൻ പട്ടിണി കൂടാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒരു പശു ഉണ്ടെങ്കിൽ. കാരണം പാലിനത്തിൽ മാത്രമല്ല, പശുവിന്റെ മൂത്രമായിട്ടുള്ള ഗോമൂത്രത്തിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്, പശുവിന്റെ ചാണകത്തിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ടും മറ്റു പലതരത്തിലും ഇന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു പശു വീട്ടിലുണ്ടെങ്കിൽ അവന് പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റും. കാരണം പട്ടിണി കൂടാതെ നമ്മളെ വളർത്തുന്നത് അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഹിംസിക്കുന്നിടത്ത്, അതിനെ ദ്രോഹിക്കുന്നിടത്ത് ഒരു കാരണവശാലും നമ്മൾ നിൽക്കാനിട വരരുത്. അതിന്റെ പാപഫലം കൂടി നമുക്കുണ്ടാവും. അങ്ങനെ ദ്രോഹിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ തടയാൻ പറ്റില്ല എങ്കിൽ നമ്മൾ അവിടെ നിൽക്കരുത്. അത് കണ്ടാൽ പോലും പാവമാണെന്ന് പറയുന്നു. അപ്പോൾ അഞ്ചാമത്തെ കാര്യമായിട്ടുള്ള പശുവിന്റെ ഹിംസയും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയും നമ്മൾ സാന്നിധ്യം പാടില്ല. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, സദാചാരമില്ലാത്ത ആൾക്കാരുടെ അരികിലും അതുപോലെ തന്നെ അത്യാഗ്രഹികളുടെ ഇടയിലും ഒരു കാരണവശാലും നമ്മൾ പോയി ചേരാൻ പാടില്ല. സദാചാരമില്ലാത്ത ആൾക്കാരെപ്പരം കൂടിക്കഴിഞ്ഞാൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളുടെയും സ്വഭാവം അത്തരത്തിലായി പോകും. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗവാക്കായി മാറും. നമ്മൾ അല്പവസ്ത്രധാരികളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാത്ത ആൾക്കാരായിട്ട് വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ആൾക്കാരെപ്പരം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ പേര് ദോഷം കൂടി നമ്മൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ സദാചാരം ഇല്ലാത്ത ആൾക്കാർ അവർ ചെയ്യുന്ന ഓരോ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കും നമ്മളും ഭാഗവാക്കാവും, നമ്മുടെ സംസ്കാരവും നശിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു മദ്യപാനിയോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ മറ്റവനും മദ്യപാനത്തിന് അടിപ്പെട്ടു പോകും. ഇനി അവനും അടിപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ആ മദ്യപാനി ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഈ ദോഷം ഇവനും ഭവിക്കും. മദ്യപിച്ച് കൂത്താടിയിട്ട് അവനൊരു ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഒപ്പം ഉള്ളവനും കുറ്റക്കാരനാണ്. അവൻ എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഇവനും ബാധകമാകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും കൂടാനേ പാടില്ല. അതോടൊപ്പം തന്നെ അത്യാഗ്രഹികളോടൊപ്പം കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്യാഗ്രഹികളൊപ്പം കൂടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കാരണം അവൻ അത്യാഗ്രഹം മൂലം ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെയും ഭവിഷ്യത്ത് ഇവനെയും ബാധിക്കും. ഇവരിലേക്കും ആ സ്വഭാവ ഗുണങ്ങൾ വന്നു ചേരും. ഏതൊരാളപ്പുറമാണോ കൂടുന്നത് ആ തരത്തിലാവുന്നത്. അവിടെ നമ്മുടെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം. നല്ല മക്കളെ നല്ല കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവവും നല്ല കൂട്ടുകെട്ടാവും. അതല്ല മദ്യപാനികളുടെയും അല്ലാതെ തന്നെ വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഇടയിൽ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ വൃത്തികെട്ട സ്വഭാവത്തിലുള്ള ആൾക്കാരെപ്പരാണ് കൂടുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സദാചാരം ഇല്ലാത്തവരും അത്യാഗ്രഹിയായിട്ടുള്ള ആൾക്കാരെപ്പോഴും കൂടാൻ പാടില്ല. അത്യാഗ്രഹം നിമിത്തം അവൻ പലതരത്തിലുള്ള ദുരിതങ്ങളും കാട്ടിക്കൊണ്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ കൊലപാതകം അടക്കം നടക്കും. സദാചാരം ഇല്ലാത്തവർ ചിലപ്പോൾ കൊലപാതകികളാവും, അത്യാഗ്രഹികളായ ആൾക്കാരും കൊലപാതകികളാവും. സാഹചര്യം അങ്ങനെ. കാരണം അതിനോടുള്ള ആ അടുത്ത ത്വര അതാണ് അവരെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മോഷണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഇതിനൊന്നിച്ചു കൂടുന്ന ആൾക്കാർക്കും ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അഴിമതിക്കാരുടെ കൂട്ടത്തിൽ അവരോടൊപ്പം കൂട്ടുകൂടാൻ പാടില്ല. അഴിമതിക്കാര് അഴിമതി നടത്തിയിട്ട് അതിന്റെ പങ്ക് ഇവര് കൊടുത്തിട്ടുണ്ട്, ഇവനേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൊള്ളക്കാരും കള്ളന്മാരുമായ ആൾക്കാരെപ്പരം കൂടാൻ പാടില്ല പറയും. കാരണം എന്താ? അവര് കിട്ടുന്ന ഒരു പങ്ക്, ഞാൻ അവിടുന്ന് മോഷ്ടിച്ചതിന്റെ ഇതാ, അതായത് നമ്മൾ മദ്യം കുടിച്ചതാ, നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ച് കുടിച്ചത്, നമ്മൾ പ്രതിയായോ? മാത്രമല്ല അവൻ മോഷ്ടിക്കാനും കള്ളത്തരണം നടത്താനും ഒക്കെ പോകുമ്പോൾ ഇവനും അതിന് പങ്കുണ്ട് എന്ന വിധത്തിൽ തന്നെ അത് വരും. ആ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അഴിമതിക്കാരായ ആൾക്കാർ, ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാ, അവനോട് ഒന്നിച്ച് പുതുതായി ചാർജ് എടുത്ത ഒരാൾ കമ്പനി കൂട്ടുന്നു. അപ്പോൾ ഈ അഴിമതിക്കാരനാണ് പറയുന്നത് വെച്ചാൽ, ഇന്നലെ വന്നൊരു കച്ചവടം ഞാൻ 5000 രൂപ വരെയൊക്കെ കിട്ടി, മെലിഞ്ഞാന്ന് വന്നാൽ ഇത്രയും കിട്ടി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇതിലെ മഹാപാപല്ലേ, ഇതെല്ലാം പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ ജോലി നഷ്ടപ്പെടില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 10-25 വർഷമായിട്ട് ഇത് ചെയ്യുന്നു, ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം നമ്മൾ തന്ത്രപൂർവ്വം ചെയ്യണം. തന്ത്രപൂർവ്വം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടാനില്ല. ഇതാരെ പറഞ്ഞു കൊടുക്കുന്നത്? സ്ഥിരമായി അഴിമതി നടത്തുന്ന ഒരാൾ. അപ്പോഴായിരിക്കും പിറ്റേന്ന് ഒരാൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിനടുത്ത് വന്നു, അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുള്ള പ്രേരണയാണ്. പക്ഷെ അദ്ദേഹത്തിനെ പോലെ അതിസാമർഥ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവണമെന്നില്ല, പിടിക്കപ്പെടും.
ഇന്ന് പിടിക്കാൻ വേണ്ടി തന്നെ ഇവരെ ഇങ്ങനെയുള്ള അഴിമതിക്കാരായ ആൾക്കാരെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കുന്നതിന് വേണ്ടി വിജിലൻസിന്റെ പോലെയുള്ള ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ്. പലതരത്തിലുള്ള സൂത്രപ്പണികളുണ്ട്. അങ്ങനെയാണ് പലരും പല കാലങ്ങളായിട്ട് ഇത്തരത്തിൽ കൈക്കൂലിയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അഴിമതിക്കാരായ ആൾക്കാരെപ്പരോ കള്ളന്മാരെപ്പരോ കൊള്ളക്കാരെപ്പരോ നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അവതാളത്തിലാകും. കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയായിരിക്കാം നമ്മളത്. അത് കേവലം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ കൂട്ടുകൂടിയ വ്യക്തിക്ക് അധികാര കേന്ദ്രങ്ങളുമായിട്ട് നല്ല സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബന്ധമുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടു പോകുന്നില്ല. നമുക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധാപൂർവം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, അഹങ്കാരികളുടെ വീടുമായിട്ട് അല്ലെങ്കിൽ അഹങ്കാരികളുമായിട്ടും കൂട്ടുകൂടാൻ പാടില്ല. എത്ര നല്ല വ്യക്തികളായാൽ പോലും ഇത്തരത്തിൽ അഹങ്കാരികളോടൊപ്പം കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ അവർക്കും അതിൻ്റെതായ ഒരു ഗുണമായിരിക്കും. അവർ അഹങ്കാരിയുടെ അപ്പറേ കൂടും. ഇതാണ് പല കുടുംബജീവിതവും തകർക്കുന്നത് അല്ലെങ്കിൽ തകരുന്നത്. പല കുടുംബത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇപ്പം ഒരു കുടുംബത്തിൽ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ വീട്ടിൽ ഭർത്താവിന്റെ അമ്മ അഹങ്കാരിയാണെന്നിരിക്കട്ടെ, ആ അഹങ്കാരിയായ ആ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി വന്നിട്ടത്. ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള മനസമാധാനവും കിട്ടില്ല. മനസമാധാനം കിട്ടില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി അവിടെ അടിമയെ പോലെ കഴിയേണ്ടി വരും. കാരണം എന്താ, ഈ അഹങ്കാരിയുടെ അടുത്താണുള്ളത്. അഹങ്കാരിയായ ഈ അമ്മ ആ പെൺകുട്ടി അവിടെ ചക്രശ്വാസം വലിപ്പിക്കും. അതൊരു വശം. ഈ അഹങ്കാരിയായ ആ വീട്ടിലേക്ക് ഈ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതം തന്നെ താറുമാറാകും. അപ്പൊ അഹങ്കാരികളുടെ വീട്ടിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു പോലുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അഹങ്കാരികളോടൊപ്പം എപ്പോഴും നടക്കുന്ന വ്യക്തികളുണ്ടാവും. സൗഹൃദത്തിന്റെ പേരിൽ അവരിലേക്കും ഈ അഹങ്കാരത്തിന്റെ ശകലം വരും. കാരണം അവൻ ഓരോ സ്ഥലത്ത് അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ മറ്റുള്ളവരത് ഇങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ടാവും. ഇത് കേട്ട് ഇവർ തോന്നി ഇത് എന്തോ വലിയൊരു സംഭവമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിലും ആ അഹങ്കാരത്തിന്റെ സ്വഭാവ ഗുണം കിട്ടും. അപ്പോൾ അഹങ്കാരികളുടെ ഉള്ള വീട്ടിലേക്ക് നമ്മൾ ഒരു കാരണവശാലും കടന്നു പോകരുത്. കാരണം നമ്മുടെ വിലയില്ലാതാകും. നമ്മളെ അഹങ്കാരികളായ ആൾക്കാർ നമ്മളെ തരം താഴ്ത്തുകയും നമ്മളെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ വില ഇല്ലാതാകുമെന്ന് മാത്രമല്ല, ചില ആൾക്കാർ ഈ അഹങ്കാരികളോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ട് പൂർണ്ണ അഹങ്കാരികളായി തീരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും 8 കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ദോഷവും നമ്മളെ ബാധിക്കില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പറ്റില്ല, ഈ അന്തസ്സിന്റെ കാര്യമായാലും അതുപോലെ തന്നെ മദ്യത്തിന്റെ കാര്യമായാലും വേശ്യാഗൃഹമായാലും എല്ലാം തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേശ്യാഗൃഹത്തിലൊക്കെ പോകുന്നത് താൽക്കാലം ശാരീരിക സുഖം തേടിയിട്ട് പോകുന്നതാണെങ്കിൽ പക്ഷേ ജീവിതകാല അവസാനം വരെ അതിന്റെ ദോഷം നിലനിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. തൽക്കാല സുഖത്തിന് വേണ്ടിയിട്ടാണ് ഭർത്താവിനെയും ഭാര്യയെയും വഞ്ചിച്ചുകൊണ്ട് ഈ പരപുരുഷന്റെ ഈ പരസ്ത്രീയുടെ അരികിലേക്ക് പോകുന്നത്. അത് തൽക്കാല സുഖത്തിന്. പക്ഷെ അവർക്ക് അത് ദീർഘകാലത്തേക്കുള്ള ദുഃഖമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരുടെ കുടുംബ ബന്ധം തകരുകയും ആ ശാശ്വതമായ ശാന്തിയും സമാധാനവും ഇല്ലാതാവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്തോ ആവട്ടെ, ആചാരങ്ങളെക്കുറിച്ചോ അനുഷ്ഠാനങ്ങളെക്കുറിച്ചോ ദേവീദേവന്മാരെ കുറിച്ചോ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഈ വീഡിയോയുടെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീഡിയോയുടെ പേര് കൊടുത്തെടുത്ത് അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് കിട്ടും. ആ പേജിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കേ വേണ്ടു. അപ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും, നിങ്ങൾക്കത് കാണാനും പറ്റും.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.